ഏറെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വളരെ വിശദമായി തന്നെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ശരിയും തെറ്റും വേർതിരിക്കുക, അതിനെന്തുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അതീതമായിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ അതീതമായിക്കൊണ്ടുള്ള നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച, നമ്മളെക്കുറിച്ച് ഏറ്റവും അറിയുന്ന, നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള ദൈവമെന്ന പ്രപഞ്ച സൃഷ്ടാവെന്ന ഒരു അസ്തിത്വത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് ശരിയും തെറ്റും വരണം എന്നുള്ളതിൻ്റെ ഏതാനും ചില യുക്തികളാണ് ഇവിടെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യനെ നയിക്കാൻ, മനുഷ്യനോട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേർതിരിക്കാൻ, അവനെ നന്മയിലേക്ക് നയിക്കാൻ, തിന്മകളിൽ നിന്നു തടയാൻ മതം ആവശ്യമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളും പറയുന്ന അല്ലെങ്കിൽ പല ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഓക്കെ, മതം ഒരു ചരിത്രപരമായിട്ടൊക്കെ മനുഷ്യന് കുറെ ഉപകാരം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രമൊക്കെ ഇത്രയേറെ പുരോഗമിച്ച, വളരെയധികം നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് മതമൊക്കെ വേണോ? അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ മൂല്യങ്ങൾക്കും മതത്തിൻ്റെ കൽപ്പനകൾക്കൊക്കെ അത്ര വലിയ പ്രസക്തി ഉണ്ടോ എന്ന ഒരു ചിന്ത ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും അവരുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഞാൻ വളരെ വിശദമായൊരു സംസാരത്തിലേക്ക് പോകുന്നില്ല, ഒരു ക്യാമ്പസ് ഡിബേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു വൺ വേ ടോക്ക് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ബേസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് ചോദ്യങ്ങളിലൂടെ, ചർച്ചകളിലൂടെ അതിൻ്റെ തുടർച്ച നമുക്ക് കൊണ്ടുപോകാം. ആദ്യമായി ഇത്തരത്തിൽ ശാസ്ത്രമുണ്ടല്ലോ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരെയധികം പുരോഗമിച്ചല്ലോ, ഇപ്പോൾ മതം വേണോ, ധാർമ്മികത വേണോ, സദാചാരം എന്ന് പറയണോ എന്നൊക്കെ ചോദിക്കുന്നവർ പലപ്പോഴായി അത് പറയുന്നത് ശാസ്ത്രം എന്താണ് എന്ന ഒരു ബോധ്യമില്ലാതെയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ശാസ്ത്രമെന്ന്? ശാസ്ത്രം കുറെ പഠിച്ചിട്ടുണ്ടാവും, ഫിസിക്സ് വളരെയധികം പഠിച്ചിട്ടുണ്ടാവും, കെമിസ്ട്രി അതിൽ BSc-യും MSc ഒക്കെ എടുത്തിട്ടുണ്ടാകും, എഞ്ചിനീയർ ആയിരിക്കാം. അങ്ങനെ പല രൂപത്തിൽ ശാസ്ത്രം പഠിച്ച് അതിൻ്റെ അങ്ങേ തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും. പക്ഷേ ആ ശാസ്ത്രം എന്താണ് എന്ന ഒരു ബോധ്യം ഒരു പക്ഷേ ഉണ്ടാവാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം. നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ മേഖലയിലാണ് അത് പ്രയോഗിക്കുക. ഒരു ബയോളജി MSc എടുത്ത ഒരാൾ വന്നിട്ട് പറയാണ്, ഈ ആറ്റംസ് എന്ന് പറയുന്നതൊന്നും ഇല്ല, അല്ലെങ്കിൽ ആറ്റംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ റൂദർഫോർഡ് അങ്ങനെ ഇങ്ങനെ എന്ന ഇലക്ട്രോണ്, ന്യൂട്രോണ്, പ്രോട്ടോണ് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അയാളോട് തിരിച്ചു ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പം അയാൾ പറയാണ്, ഞാനിതാ ബയോളജി പഠിച്ചിട്ടുണ്ട്, MSc കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് അത്രമേൽ ശരിയാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്, അതിലൊരിക്കലും ഞാൻ ആറ്റത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മേഖലയിൽ ആറ്റം ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ നമ്മൾ അവന് കാര്യമായ എന്തോ ഒരു ബോധ്യമില്ലാത്തവൻ, അവന് ബയോളജിയൊക്കെ കുറെ അറിയുണ്ടാവും, പക്ഷേ എവിടെയോ ഒന്ന് ഒരു പിടിയില്ലാതായി പോയി എന്ന് പറയും. കാരണം എന്താ? ശരിയാണ്, ബയോളജി നമ്മൾ പഠിക്കുമ്പോൾ ഒരു പക്ഷെ ആറ്റത്തെക്കുറിച്ചോ ഇലക്ട്രോണിനെ കുറിച്ചോ ന്യൂട്രോണിനെ കുറിച്ചൊന്നും പഠിക്കൂല. കാരണം എന്താ? ബയോളജിയുടെ മേഖലയിൽ വരുന്ന ഒരു കാര്യമല്ല ഈ പറഞ്ഞതൊന്നും. അപ്പോൾ ബയോളജിയിൽ അതില്ല എന്നുള്ളത് കൊണ്ട് അത് ശരിയല്ലെന്ന് വരുമോ? ഇല്ല. ബയോളജിക്ക് അതിൻ്റെതായ ഒരു മേഖലയുണ്ട്, ആ മേഖലയിലുള്ള കാര്യമായിരിക്കും ബയോളജിയിൽ നമ്മൾ പഠിക്കുക. ഇതുപോലെ ശാസ്ത്രത്തിന് മൊത്തത്തിൽ തന്നെ ശാസ്ത്രത്തിൻ്റെതായ ഒരു മേഖലയുണ്ട്, ആ മേഖലക്കുള്ളിലുള്ളതാണ് ശാസ്ത്രം ചർച്ച ചെയ്യുക. എന്താണ് ശാസ്ത്രത്തിന്റെ മേഖല? സയൻസ് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ബയോളജി ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ഫിസിക്സ് ആകട്ടെ, ഏത് ശാസ്ത്ര മേഖലകളാകട്ടെ, നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കുന്നത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചാണ്. പദാർത്ഥ പ്രപഞ്ചം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമ്മൾ ഈ കാണുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ മാത്രമേ ശാസ്ത്രത്തിന് പറ്റുള്ളൂ. ശരിക്കും മനസ്സിലാക്കുക. ഇതിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക. ഒബ്സർവബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ മാത്രമേ ശാസ്ത്രത്തിന്. നമ്മൾ വായിച്ചു നോക്കുക, ശാസ്ത്ര പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പല മാർഗങ്ങൾ. നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കും, ടെലസ്കോപ്പ് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തും. ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിലനിൽക്കുന്ന മെറ്റീരിയൽ യൂണിവേഴ്സിനെ, അത് സൂക്ഷ്മ പ്രപഞ്ചമാണ്, നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും.
സ്ഥൂല പ്രപഞ്ചമാണെങ്കിൽ നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള മെറ്റീരിയൽ തിങ്സിനെ കുറിച്ച് നിരന്തരമായ പഠനങ്ങൾ നടത്തുക, കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ്, ദാറ്റ് ഈസ് സയൻസ്. അപ്പോ മെറ്റീരിയൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ഒന്നാണ് സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ പല ആൾക്കാരും ഈ ദൈവത്തെക്കുറിച്ച് മതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, ആയിക്കോട്ടെ നിങ്ങൾ അതൊക്കെ പറഞ്ഞോളൂ, പക്ഷേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കണം. ഇപ്പോഴും അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടോന്ന് അറിയില്ല. കുറച്ച് കാലം മുമ്പൊക്കെ ഒരു വരണ്ട യുക്തിവാദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പറയുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലേക്കൊന്നും വണ്ടി കിട്ടാത്തവർന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെയുള്ള ചില ആളുകളൊക്കെ അതേ വർത്താനം പറയാറുണ്ട്. ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിച്ച ഞാൻ വിശ്വസിച്ചോളാം. ഇവർക്ക് ദൈവം എന്താണെന്നോ ശാസ്ത്രം എന്താണെന്നോ അറിയില്ല. അതുകൊണ്ടാണ്. കാരണം എന്താ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഒരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഉള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായതാണ് ശാസ്ത്രം. ദൈവം നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാ? ദൈവം നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും മനുഷ്യനെ കുറിച്ചായിരുന്നെങ്കിൽ ശരിയാണ്, ആ പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ്, അതുകൊണ്ട് ശാസ്ത്രീയമായി അത് തെളിയിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരാണെന്ന്, ഇപ്പോ മുഹമ്മദ് നബി ദൈവമാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി പ്രപഞ്ചത്തിൽ ഉള്ളിലുള്ളതാണ്, അതുകൊണ്ട് ശാസ്ത്രീയമായി ആ ദൈവാസ്തിത്വം അല്ലെങ്കിൽ ആ ദൈവമാണ് എന്നുള്ളത് തെളിയിക്കണം, കറക്റ്റാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലോ മുള്ളോ മുരടോ മൂർഖൻ പാമ്പോ കാഞ്ഞിരക്കുറ്റിയോ മക്ബറകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യാത്മാക്കളോ പുണ്യപുരുഷന്മാരോ ആണ് ദൈവമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും അതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹങ്ങളോ സൂര്യനോ ചന്ദ്രനോ പശുവോ അങ്ങനെ ഏതെങ്കിലും ആണ് ദൈവമെങ്കിൽ അതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കണം. പക്ഷേ നമ്മൾ പൊതുവെ പ്രത്യേകിച്ചും കുറച്ചുകൂടി ഒരു ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ ഒക്കെ ഒരു ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയല്ല മുഹമ്മദ് നബിയുടെ സട്ടാവിനെ, യേശുവിനെ അല്ല യേശുവിന്റെ സട്ടാവിനെ, കല്ലിനെയും മുള്ളിനെയും മുരടിനെയും മൂർഖൻ പാമ്പിനെയും അല്ല അതിന്റെയൊക്കെ സട്ടാവിനെ ആരാധിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അപ്പോ എല്ലാത്തിനെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിന്റെ പുറത്തുള്ള പ്രപഞ്ചാതീതനായിട്ടുള്ള ഒരു സട്ടാവിനെ കുറിച്ചാണ്, ഒരു ദൈവത്തെ കുറിച്ചാണ് മതം സംസാരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഉള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ് സയൻസ്. ദൈവമാകട്ടെ അതിന്റെ പുറത്താണ്. അപ്പം ഈ മെറ്റീരിയൽ യൂണിവേഴ്സിന്റെ ഉള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ശാസ്ത്രം കൊണ്ട് അതിന്റെ പുറത്തുള്ള, അതായത് അതിന്റെ മേഖലക്ക് പുറത്തുള്ള ഒരു സാധനത്തിന് തെളിയിക്കണം എന്നാണ് ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിക്കണം എന്ന് പറയുന്നവർ പറയുന്നത്. അവർക്ക് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ദൈവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കുക? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശാസ്ത്രം, തീർച്ചയായും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ്. മെറ്റീരിയൽ തിങ്സിനെ കുറിച്ച് പഠിക്കാൻ ഉള്ള എംപിരിക്കലായ നോളജ് നേടാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് സയൻസ്, യാതൊരു സംശയമില്ല. പക്ഷേ സയൻസ് മുഖേന മാത്രമല്ല നമുക്ക് അറിവ് ലഭിക്കുക. നമ്മൾക്ക് 1+1 = 2 എന്നുള്ളത് ഒരു അറിവാണ്, അല്ലെ? മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ 1+1 = 2 എന്നുള്ളത് എപ്പോഴെങ്കിലും മെറ്റീരിയൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ലാബിലോ അല്ലെങ്കിൽ ടെലസ്കോപ്പിലോ മൈക്രോസ്കോപ്പിലോ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് ലോജിക്കാണ്. ലോജിക്ക് ഒരിക്കലും എംപിരിക്കലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാൽ എന്താ? ഈ ശാസ്ത്രീയമായി നമ്മൾ ലാബിൽ തെളിയിക്കുന്നതിനപ്പുറത്തും ചില സത്യങ്ങളുണ്ട്. അപ്പോൾ ലോജിക്ക് ഒരു അറിവ് നേടാനുള്ള മാർഗമാണ്. അപ്പോൾ ആ നിലക്ക് യുക്തിപരമായി നമ്മൾ ചിന്തിച്ചാൽ ലോജിക്കിനെ നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കുകയാണെങ്കിൽ ലോജിക്കലായിട്ട് നമുക്ക് ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടും. ഇനി അതുപോലെ തന്നെ അറിവ് നേടാനുള്ള മറ്റൊരു മാർഗമാണ് ടെസ്റ്റിമണി. നമ്മൾ പറയും അതോറിറ്റി അല്ലെങ്കിൽ ടെസ്റ്റിമണി. ഗാന്ധിജി ജീവിച്ചിരുന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായി എന്താ തെളിവ്? ഏതെങ്കിലും ലാബിൽ ഇങ്ങനെ ഗാന്ധിജിനെ കൊണ്ടുവരുമോ? ഇല്ല. ഗാന്ധിജി ജീവിച്ചിരുന്നു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇന്നതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയ അല്ലെങ്കിൽ അതിന്റെ ചരിത്രപരമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധികാരികമാണെങ്കിൽ നമ്മളത് വിശ്വസിക്കും. എന്നുവെച്ചാൽ ആധികാരികതയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള എവിഡൻസുകൾ ദൈവത്തിനും മതത്തിനുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള നോളജ് നമ്മൾ പറയും. നമുക്ക് പ്രാപഞ്ചികമായ, നമ്മുടെ പ്രകൃതിപരമായി തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില സത്യങ്ങൾ, ഈ പ്രപഞ്ചമൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് എങ്ങനെ നമ്മൾ ഇതൊക്കെ സ്വപ്നം കാണുകയാണെങ്കിലോ അങ്ങനെ വിശ്വസിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മായയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവർ. ഇതൊക്കെ സത്യമാണ് എന്നുള്ളതിന് എന്താ തെളിവ്? അത് നമ്മുടെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള നോളജാണ്. അതുപോലെയാണ് മനുഷ്യനിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചൊരു സട്ടാവുണ്ട് എന്ന ബോധ്യം ഇൻറ്റ്യൂറ്റീവ് ആണ് എന്നുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദ ബോൺ ബിലീവേഴ്സ്
എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് തന്നെ ബിലീവേഴ്സ് ആയിട്ടാണ്, ദൈവവിശ്വാസത്തോടു കൂടിയാണ് എന്ന തരത്തിലുള്ള പുസ്തകങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ ശാസ്ത്രം എന്താണെന്നറിയാതെ ശാസ്ത്രം വല്ലാതെ പഠിച്ചു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഡയലോഗുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ശാസ്ത്രം എന്താണ്, ശാസ്ത്രത്തിന്റെ മേഖല എന്താണ് എന്നുള്ളതിലേക്ക് കൂടി നമ്മുടെ അന്വേഷണങ്ങൾ പോകേണ്ടതുണ്ട്. ഞാൻ ആ പോയിന്റ് അവിടെ അവസാനിപ്പിച്ച് അവസാനത്തെ പോയിന്റ് കൂടി പറഞ്ഞ് ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ചില ആളുകൾ ഈ ശാസ്ത്രത്തെ ദൈവമായിട്ടൊന്നും കണക്ട് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ ശാസ്ത്രീയമായിട്ടൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് പോവല്ലേ, അപ്പൊ ഈ മതത്തിന്റെ മൂല്യങ്ങളൊക്കെ അതേപടി ഇങ്ങനെ പിടിച്ചു നിൽക്കണം എന്നൊന്നും പറയണ്ട. നമ്മളെന്ത് ചെയ്യാണ്, ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവുകൾക്കനുസരിച്ച് നമുക്ക് പുതിയ പുതിയ മൂല്യങ്ങൾ സ്വീകരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവർ വീണ്ടും ഞാൻ പറയുന്നു, ശാസ്ത്രം എന്താണെന്ന് പഠിക്കണം, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കണം. നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് സയൻസ് ഈസ് മോറലി ന്യൂട്രൽ. സയൻസ് ഈസ് മോറലി ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താ, സയൻസിന് ഒരു മൊറാലിറ്റി ഇല്ല, ഒരു വാല്യൂ ഇല്ല. വാല്യൂ ഇല്ല എന്ന് വേറെ അർത്ഥത്തിലല്ല കേട്ടോ, സയൻസ് ഒരിക്കലും വാല്യൂ പഠിപ്പിക്കില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു ഉരുള ചോറ് നമ്മുടെ കയ്യിൽ തരികയാണ്. ആ ഉരുള ചോറ് വെച്ചിട്ട് നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പഠനങ്ങൾ നടത്താൻ പറ്റും. അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിന്റെ പഴക്കം എത്രയാണ്, അങ്ങനെയൊക്കെ പലതും നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ആ ഉരുള ചോറ് വിശക്കുന്ന ഒരാളുടെ വായിലേക്ക് ഇട്ടുകൊടുത്താൽ അത് നന്മയാണെന്നും അത് അനാവശ്യമായി വേസ്റ്റ് ആക്കിയാൽ അത് തിന്മയാണെന്നും ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റുമോ? പറ്റൂല. ആ മൊറാലിറ്റി നമുക്ക് ഏതെങ്കിലും ലാബിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതാ ഇത് ഒരാളുടെ വിശപ്പ് മാറ്റാൻ ഉപയോഗിച്ചു, അതുകൊണ്ട് ഇറ്റ്സ് മോറലി ഓക്കെ, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആക്കി ഇറ്റ്സ് മോറലി ബാഡ് എന്ന് സയൻസിൽ അല്ലെങ്കിൽ ലാബിൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് സയൻസ് ഈസ് വാല്യൂ ന്യൂട്രൽ. ഒരിക്കലും സയൻസ് വാല്യൂസ് പഠിപ്പിക്കൂല. ഇതുപോലെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഊർജ വിപ്ലവം സാധ്യമാക്കിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ എന്നുവെച്ചാൽ ലോകത്ത് മുഴുവൻ ഊർജ്ജ വിപ്ലവം സാധ്യമാക്കുന്ന ചില കണ്ടെത്തലുകളാണ്, ഫിഷനും ഫ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണ്ടെത്തലുകളാണ്. അതൊരു പക്ഷേ അത്രയേറെ കോടിക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടെത്തലായിരുന്നു. പക്ഷെ മനുഷ്യൻ എങ്ങനെ അതിന് ഉപയോഗിച്ചത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ആയിരക്കണക്കിന് മനുഷ്യരെ ചുട്ടുകൊല്ലാനാണ് മനുഷ്യൻ ആ അറിവ് ഉപയോഗിച്ചത്. അവിടെ സയൻസാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഈ ഊർജ്ജ വിപ്ലവത്തിന് ഇത് ഉപയോഗിച്ചാൽ അത് നന്മയാണെന്നും ആയിരക്കണക്കിന് ആളുകളെ കൊന്നാൽ അത് തിന്മയാണെന്നും സയൻസ് പഠിപ്പിക്കുമോ? ഇല്ല. സയൻസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ. സയൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് ചെയ്യുക, അത് എന്താണെന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുക. അതിനപ്പുറത്തേക്കുള്ള ചില വാല്യൂസ് ആവശ്യമാണ്. ആ വാല്യൂസ് എവിടെ നിന്ന് കിട്ടും? അവിടെയാണ് മതം പ്രസക്തമാകുന്നത്. ആ വാല്യൂസ് ഒരിക്കലും ലാബിൽ നിന്ന് കിട്ടുകയില്ല. ആ വാല്യൂസ് ഒരിക്കലും മൈക്രോസ്കോപ്പ് നോക്കിയാൽ കിട്ടുകയില്ല. ആ വാല്യൂസ് ഒരിക്കലും ടെലസ്കോപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ആ വാല്യൂസ് നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നമുക്ക് തോന്നുന്നത് പോലെ പറയുന്നതിലൂടെയുമല്ല. കാരണം ഓരോരുത്തരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമാണ്, ചിന്തിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ അവർ ആലോചിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്, അപ്ബ്രിങ്ങിങ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോരുത്തരും പല രൂപത്തിൽ ചിന്തിക്കും. ഒരു ചോർ ബസാറിൽ ജനിച്ചു വളർന്നൊരു കുട്ടി ഒരു പക്ഷേ മോഷണം എന്ന് പറയുന്നത് അത്രമേൽ വലിയൊരു തെറ്റാണെന്ന് അവന്റെ മൊറാലിറ്റി അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. കാരണം അവൻ ചെറുപ്പം മുതലേ കാണുന്നത് മോഷണം, അവന്റെ ഉപ്പയും ഉപ്പൂപ്പയും അതിൻ്റെ അപ്പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ പാരമ്പര്യമായി മോഷണം ചെയ്തു വരുന്നൊരു കുടുംബമാണ് അവൻ കാണുന്നത്. വളരെ നോർമലായിട്ട് അവൻ തോന്നാം. അങ്ങനെ ഓരോരുത്തരുടെയും തോന്നലുകളനുസരിച്ചോ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ചോ ശരിതെറ്റുകൾ വേർതിരിക്കാൻ നിന്നാൽ സമൂഹം കുട്ടിച്ചോറായി പോകും. സോ നമുക്ക് എന്തു വേണം? അതിന് അതീതമായിട്ടുള്ള, ഓരോരുത്തരുടെയും ചിന്തക്കും യുക്തിക്കും അതീതമായിട്ടുള്ള ഒരു മൊറാലിറ്റി ആവശ്യമാണ്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. ആ ഒരു ഹ്യൂമൻ സബ്ജക്റ്റിവിറ്റിയെ ട്രാൻസെൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഡിവൈൻ മൊറാലിറ്റി നമുക്ക് ആവശ്യമാണ്. ഡിവൈൻ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി നമുക്ക് ആവശ്യമാണ്. അതാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ദൈവം എല്ലാ കാലത്തെക്കുറിച്ചും പൂർണ്ണമായി അറിയുന്നവനാണ്. എല്ലാവരെ പറ്റിയും പൂർണ്ണമായി അറിയുന്നവനാണ്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനാണ്. നിയമങ്ങൾ ആണുണ്ടാക്കിയാൽ അതൊരു പക്ഷെ പെണ്ണിനെ കൺസിഡർ ചെയ്യുന്നതായിക്കൊള്ളുന്നില്ല, പെണ്ണുണ്ടാക്കിയാൽ അത് ആണിനെ കൺസിഡർ ചെയ്യുന്നതായിക്കൊള്ളുന്നില്ല, തൊഴിലാളി ഉണ്ടാക്കിയാൽ മുതലാളിയുടെ ചിന്തകൾ കൺസിഡർ ചെയ്യുന്നതായിക്കൊള്ളുന്നില്ല, തിരിച്ചും. എന്നാൽ മുതലാളിയെയും തൊഴിലാളിയെയും സൃഷ്ടിച്ച, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച, പാവപ്പെട്ടവനെയും പണക്കാരനെയും സൃഷ്ടിച്ച, എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ സട്ടാവ് കാലങ്ങൾക്ക് അതീതമായി കൊണ്ടുള്ള നിയമം അവതരിപ്പിച്ചാൽ അതാണ് ശരി. ഒരു പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ചില സബ്ജക്റ്റീവായ ചില താല്പര്യങ്ങൾക്ക് അത് വിരുദ്ധമായാലും ശരി, അതാണ് ശരി എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അങ്ങനെ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അതീതമായിക്കൊണ്ട് അതിനെ മാറ്റിവെച്ചുകൊണ്ട് ആ ശരിക്ക് കീഴൊതുങ്ങാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുക. ഇസ്ലാം മീൻസ്
സബ്മിഷൻ. മുസ്ലിം മീൻസ് ദ വൺ ഹു സബ്മിറ്റഡ്. ഈ പറഞ്ഞ ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു, ആ ദൈവം കൽപ്പിച്ച കൽപ്പനകൾ അത് കാലാതീതമായി ശരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സമർപ്പിക്കുക എന്നതാണ് യുക്തി. ആ യുക്തിയിലേക്ക്, ആ സബ്മിഷനിലേക്ക്, ആ ഇസ്ലാമിലേക്ക് പരിപൂർണമായി നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരു നന്മ നിറഞ്ഞ ഒരു ജീവിതം സാധ്യമാവുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിനും ചിന്തക്കും ചർച്ചക്കും സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ വിയോജിപ്പുകളോ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാവുന്നതാണ്.